ഇന്ത്യൻ സിനിമാ ലോകം ഒന്നാകെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമാണ് പ്രഭാസ് നായകനെ എത്തുന്ന സലാർ എന്ന സിനിമ. ഈ ഒരു സിനിമ റിലീസായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യ ഷോ അതിരാവിലെ തന്നെ കാണാൻ പോയി കണ്ടിറങ്ങി വന്നതേ ഉള്ളൂ. ഈ ഒരു സിനിമയുടെ റിവ്യൂ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ മാക്സിമം സ്പീഡിൽ എത്തിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ സിനിമയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വളരെ വലിയൊരു നിരാശ നൽകിയ ഒരു സിനിമയാണ്. കാരണം ഈ ഒരു സിനിമ ആദ്യം മുതൽ, അതായത് ഈ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് മുതൽ തന്നെ വലിയ ഹൈപ്പാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ വലിയ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ആകാംക്ഷയും പ്രതീക്ഷയും ഉണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുപോലെ ഒരു ആകാംക്ഷയോടെ തന്നെയാണ് ഈ ഒരു സിനിമ കാണാൻ ഞാൻ അതിരാവിലെ പോയതും. എന്താണ് ഈ ഒരു സിനിമയ്ക്ക് പോരായ്മ എന്ന് പറയുന്നത്, നമ്മൾ KGF കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ കാണുന്നതുകൊണ്ടായിരിക്കും ഈ സിനിമ നമുക്ക് വലിയ ഇമ്പാക്ട് തരാത്തത്. KGF എന്ന സിനിമ കാണുമ്പോൾ KGF എന്ന സിനിമയും ആ ഒരു സിനിമയിലെ നായകനായിട്ടുള്ള യാഷും കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വാവ് എന്ന് പറയിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഫീല് ആ സിനിമ നമുക്ക് കണ്ടപ്പോൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ മേൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീല് ഈ സിനിമ കാണുന്ന പ്രേക്ഷകന്റെ മനസ്സിൽ കൊണ്ടുവരാൻ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. KGF എന്ന പോലെയുള്ള ഒരു ബ്രഹ്മാണ്ഡ ചിത്രം എടുത്ത പ്രശാന്ത് നീലാണോ ഈ ഒരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗ് ആണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് പ്രേക്ഷകന് തന്നിട്ടുള്ള ഹൈപ്പും കാര്യങ്ങളും നിലനിർത്താൻ ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ വലിയ രീതിയിൽ നമുക്ക് പ്രഭാസിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. യാഷിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത പോലെ പ്രഭാസിനെ നമുക്ക് ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പിന്നെ ഛായാഗ്രഹണം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഛായാഗ്രഹണം നമുക്ക് കുറച്ച് അധികം നേരം ഇങ്ങനെ എന്തൊക്കെയോ കണ്ടിരിക്കാം എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം സിനിമ എത്ര മോശമാണെങ്കിലും ഛായാഗ്രഹണ മികവ് കൊണ്ട് നമുക്ക് 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിന്റെ അടുത്ത് ഈ ഒരു സിനിമ കണ്ടിരിക്കാം എന്നുള്ളത് ഒരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ആക്ഷൻ സീനുകൾ പ്രഭാസിന് കൊടുത്തു കഴിഞ്ഞാൽ പ്രഭാസ് അത് മിന്നിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം ഒരു പ്രത്യേക ആക്ഷൻ രീതി കൊണ്ടുവരാനും പ്രഭാസിന് സാധിക്കും. അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആക്ഷൻ രംഗങ്ങൾ ഏത് കൊടുത്താലും അദ്ദേഹം അത് ഭംഗിയാക്കി ചെയ്യും. അതെന്തായാലും ഈ ഒരു സിനിമയിൽ പ്രഭാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയുടെ BGM അത്യാവശ്യം കൊള്ളാമായിരുന്നു. കുറച്ച് സ്ഥലത്തൊക്കെ നമുക്ക് ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന് തോന്നിപ്പിക്കുന്ന BGM കാര്യങ്ങളൊക്കെ ഒരു സിനിമയിലുണ്ട്. പിന്നെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിന്റെ താരമായിട്ടുള്ള, നമ്മുടെ അഭിമാനമായിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ റോള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഇന്റർവ്യൂവിൽ മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞ പോലെ തന്നെ വലിയ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ഉള്ളതിൽ വെച്ചിട്ട് മികച്ചത് നമ്മുടെ പൃഥ്വിരാജ് തന്നെയാണ്. പൃഥ്വിരാജിന് വെച്ചിട്ടുള്ള വേഷം പൃഥ്വിരാജിനെ കൊണ്ട് ചെയ്യിപ്പിക്കൂ എന്ന് പ്രശാന്ത് നീൽ പറഞ്ഞു. എന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ഒരു സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ KGF ഇറങ്ങുന്നതിന് മുന്നെയാണ് സലാർ ഇറങ്ങിയതെങ്കിൽ നമ്മൾ ഒരു പക്ഷേ വാവ് എന്ന് പറഞ്ഞേനെ. അതുപോലെ തന്നെ ഈ ഒരു സിനിമ നമുക്ക് ഇഷ്ടമായേനെ, നമ്മൾ ഈ ഒരു സിനിമ സ്വീകരിച്ചേനെ. പക്ഷെ KGF കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ ആ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റാത്ത തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പരാജയം. ഈ സിനിമ തുടങ്ങി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള KGF എന്ന സിനിമ മാഞ്ഞു പോയിട്ട് അവിടെ സലാർ വരും. പിന്നെ സലാറിനെ കുറിച്ചിട്ടായിരിക്കും സംസാരം എന്നൊക്കെ പൃഥ്വിരാജ് എവിടെയോ പറഞ്ഞു എന്നുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. പക്ഷെ ഈ സിനിമ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകനും തോന്നിയൊരു കാര്യം, KGFന്റെ തട്ട് താഴ്ന്നു തന്നെയായിരിക്കും. അതിനോട് മുട്ടാൻ സലാറിനെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് കൂടി നമുക്കൊരു സിനിമ കണ്ടിറങ്ങിയപ്പോൾ തോന്നി. ഇത്രയും ആകാംക്ഷയോടെ ഒരു സിനിമ എല്ലാവരും കാത്തിരിക്കുമ്പോൾ അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ ഒരു സിനിമ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ വിജയിച്ചിനെ. എന്തായാലും ഒരു സിനിമ ഒരുപാട് ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, വയലൻസ് കൂടുതലാണ്, A സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയ സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്. അല്ലാത്തവർക്ക് ഈ ഒരു സിനിമ എന്തായാലും ഒരു നിരാശ തന്നെയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റു വീഡിയോ കാണാം. ബൈ ബൈ.